സർ ഇപ്പോൾ ഇന്ത്യയിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് യൂത്ത് മൈഗ്രേഷൻ. ഇപ്പോൾ +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ ഈവൻ വർക്ക് ചെയ്യുന്നവരും എങ്ങനെയെങ്കിലും ഇന്ത്യ ക്വിറ്റ് ചെയ്യുക എന്നൊരു എയിമുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാനും ആ ഒരു ട്രെൻഡിന്റെ പിറകെ പോയിട്ട് ഞാൻ യുകെയിൽ പോയി സ്റ്റുഡൻ്റ് ആയിട്ട് പോയി. അത് കഴിഞ്ഞ് വർക്ക് ചെയ്തു. കുറേ നാൾ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മളിങ്ങനെ വർക്ക് ചെയ്ത് പോവുക എന്നതിലുപരി ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഇമ്പ്രൂവ്മെന്റും ഒന്നും നമുക്ക് ഒരു ഇന്ത്യക്കാരനും അവിടെ ഉണ്ടാക്കുന്നില്ല. ഫാമിലി പരമായിട്ട് കുറച്ച് ടൈം കിട്ടുന്നുണ്ട്, ഒരു സിസ്റ്റമാറ്റിക് ലൈഫ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നതിലുപരി ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് ഉണ്ടാവുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഇൻകം ടാക്സ്, കൗൺസിൽ ടാക്സ്, റെന്റ് വളരെ ഹൈ ആണ്. അപ്പോൾ ഇതൊക്കെ കൊടുത്ത് അവിടെ പിടിച്ചു നിൽക്കുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് ഡിഫിക്കൽട്ട് ടാസ്ക് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേർ കൂടെ ഏതാണ്ട് ഒരു 3-4 ലക്ഷം രൂപ വരുമാനം കിട്ടൂലായിരുന്നോ? അറൌണ്ട് 3 ലാക്ക് നമുക്ക് കിട്ടും. പക്ഷെ അതിൽ 1 ലാക്ക് ആണ് മാക്സിമം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതൊരു സേവിങ്സ് ആയിട്ട് കരുതാൻ പറ്റുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സർ, നമുക്ക് ഒരു മിനിമൽ ഇൻവെസ്റ്റ്മെന്റിൽ അവിടെ ഒരു ബിസിനസ് യുകെയിൽ നിന്നല്ല, പുറത്ത് ഏതൊരു ഫോറിൻ കൺട്രീസിലും ഓസ്ട്രേലിയ ആണെങ്കിലും കാനഡ അതെ 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 അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് ബിസിനസ് വുഡ് യു സജസ്റ്റ് ആൻഡ് ഹൗ മച്ച് വി ക്യാൻ ഇംപ്ലിമെന്റ്? അല്ല, ഇതിനകത്ത് ഇപ്പൊ അൽഫിയയ്ക്ക് ഏതൊക്കെ ബിസിനസ് അറിയാം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഓക്കെ. അപ്പോൾ തന്നെയല്ല, അൽഫിയ പോയപ്പം UK പ്രിഫർ ചെയ്തു. അതെ. അപ്പോൾ എന്തുകൊണ്ടാണ് UK പ്രിഫർ ചെയ്യാൻ കാര്യം? UK പ്രിഫർ ചെയ്യാൻ കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് എഡ്യൂക്കേഷന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യം UK ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഞാൻ അന്ന് അത് സജസ്റ്റ് ചെയ്തത്. പക്ഷെ ആ രാജ്യത്ത് ചെന്നപ്പോഴാണ് നമ്മൾ പഠിച്ചതുമായിട്ടോ ബന്ധമുള്ള ഒരു ജോലിയും അല്ല അവിടെ. അല്ല, ഇവിടുന്ന് ഇപ്പൊ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞല്ലേ പോയത്? അതെ. പിന്നെ അവിടെ പോയി സ്റ്റുഡന്റ് ആയി. അവിടെ പോയി സ്റ്റുഡന്റ് ആയി. മോർ ഓവർ നമ്മൾ ഇവിടെ പഠിക്കുന്ന ഒരു കോഴ്സുകൾക്കും അവർ വലിയൊരു വാല്യൂ തരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ അവിടെ ആൾക്കാർ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടുക, കിട്ടുന്ന ഏതെങ്കിലും ജോലിക്ക് കയറുക, ഇതാണ് അവിടെ പോകുന്നത്. അവിടെ ഉള്ള ഇപ്പൊ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്നെ പോലെ രക്ഷപ്പെടണം എന്ന് കരുതി പോയ ഒരുപാട് ആൾക്കാർ ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ആണ് ഞാനിങ്ങനെ ചോദിക്കുന്നത്, അവർക്ക് എങ്ങനെ ലൈഫിൽ ഒരു ഹൈ ലെവലിലേക്ക് മാറാൻ പറ്റും? ഒരു കോമൺ വർക്കിംഗ് ക്ലാസ് പീപ്പിൾ എന്ന ഒരു ലെവലിൽ നിന്നും ഒരു ഹൈഫൈ ലെവലിലേക്ക് അവർക്ക് എന്നെ പോലെ അവിടെ പോയ ആൾക്കാർക്ക് എങ്ങനെ മാറാൻ പറ്റും? നമ്മുടെ ഇവിടുത്തെ നമ്മളുടെ റിസോഴ്സസ് കുറവ്, ഓപ്പർച്യൂണിറ്റി കുറവ്, ഇതൊക്കെ കൊണ്ടൊക്കെയാണ്. അല്ലാതെ ഈ വിട്ടുപോകണത് അങ്ങനെ ആഗ്രഹിച്ചിട്ടല്ല ഈ ആൾക്കാരെല്ലാം പോകുന്നത്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞിട്ട് ഈ ശമ്പളം കിട്ടി, അതിൽ നിന്ന് ടാക്സും കൊടുത്ത് ജീവിത ചെലവ് നോക്കി റെന്റും നോക്കിയിട്ട് നോക്കുമ്പോൾ ഇപ്പൊ UK ഒരുപാട് പേര് തിരിച്ചു വരുന്നുണ്ട്. പർട്ടിക്കുലർലി ഫ്രം UK കമ്മിങ് ബാക്ക്. പക്ഷേ ഈ തിരിച്ചു വരാതെ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത്, അല്ലെ മലയാളികൾ മറ്റ് രാജ്യങ്ങളിലോട്ട് ഒരുപാട് പേര് പോകുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഒരു നിലനിൽപ്പിന് നമ്മൾ അവിടെ ചെന്നു, എന്തെങ്കിലും ഒരു ജോലി ചെയ്തു, കുറച്ചുകൂടെ സസ്റ്റൈനബിൾ ആയിട്ടൊരു ജോലി ചെയ്തു, ഇല്ല ഹെൽത്ത് സെക്ടറിലൊക്കെ ഒരു ജോലി ചെയ്തു. അതെ, സസ്റ്റൈനിറ്റിക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും കെയർ ഹോംസ് ഒക്കെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്, കാരണം വിസ കിട്ടുന്നത്. അതെ. അപ്പൊ അങ്ങനെ അവര് പിന്നെ അവിടെ നിലനിന്നു. അപ്പോൾ അങ്ങനെ നിലനിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ നമുക്ക് എപ്പോഴും ഒരു കാര്യമുണ്ട്, നമുക്ക് കിട്ടുന്നതുകൊണ്ട് നമ്മൾ എപ്പോഴും ഹാപ്പി ആവില്ല. ആദ്യം എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകുക എന്നുള്ളത്. അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെയും ഒരു ജോലി കിട്ടണം. അപ്പൊ സ്റ്റുഡന്റിന്റെ ഇടയ്ക്ക് കുറച്ച് പണിയൊക്കെ ചെയ്തു, മിനിമം വരുമാനം കിട്ടി, സ്ഥിരമായിട്ട് പാർട്ട് ടൈം ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റുഡന്റ് കഴിഞ്ഞപ്പോ പെർമനന്റ് വർക്ക് വിസയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ കയറി. പക്ഷെ അതൊന്നും നമ്മൾ ആഗ്രഹിച്ച ലെവലിലേക്ക് എത്തുന്നില്ല എന്നൊരു ഫീൽ. ഞാൻ പറഞ്ഞത് ഓരോ ലെവലാണ്. അപ്പൊ ആദ്യം നമുക്ക് ഇവിടുന്ന് പോകുക എന്നുണ്ടായിരുന്നു. രണ്ടാമത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റുഡന്റിന് കിട്ടുന്ന പണി കിട്ടണം. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്ഥിരമായ ഒരു ജോലി കിട്ടണം. സ്ഥിരമായ ഒരു ജോലി കിട്ടി വരുമാനം കിട്ടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത നമ്മുടെ കൺസ്യൂമർ പ്രഷർ, നമുക്ക് എന്താണെങ്കിലും ഒരു മോർഗേജ് എടുത്തേ പറ്റുള്ളൂ, ഒരു വീട് വാങ്ങിച്ചേ പറ്റും, റെന്റ് ഭയങ്കര റെന്റ്. അപ്പൊ എങ്ങനെയാണെങ്കിലും നമ്മൾ ഒരു സെക്കൻഡ് ഹാൻഡ് വീടാണെങ്കിലും നമ്മൾ വാങ്ങിക്കും. ഇന്ത്യൻ മണി ഒരു 1 ലാക്കോളം നമ്മൾ റെന്റിന് മാത്രം കൊടുക്കുന്നു. അല്ല, അപ്പൊ നമ്മൾ അങ്ങനെ ഒരു വീട് എടുത്തു കഴിയുമ്പോൾ സ്ഥിരമായി ജോലി ആയവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത ചാലഞ്ച്
കാറില്ലാതെ ജീവിക്കാനേ പറ്റൂല. ഇല്ല ഇല്ല. അപ്പം നമ്മൾ കാർ എടുത്തു. ഉം. അപ്പോൾ ഈ രണ്ട് സാധനം, അപ്പോൾ കാറ്, വീട്, ബാക്കിയുള്ള കൺസ്യൂമർ ഐറ്റംസ് എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ ഒരു വരുമാനത്തിൽ പിന്നെ അവിടെ നിന്ന് വേറെ എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. നിങ്ങളെ ട്രാപ്പിൽ നിൽക്കുക. അതെ. പിന്നെ ചില ആൾക്കാർ, അപ്പോൾ എന്നാലും നിങ്ങൾക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ആ വീടിൻ്റെ ഒരു സേവിങ്സ് ഉണ്ട്. ആ ഒരു സേവിങ്സേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ ഒരു ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാരെല്ലാം നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം ഇതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു എംപ്ലോയി മൈൻഡ് സെറ്റ് ഉണ്ട്. അപ്പോൾ പണിയെടുത്ത് വരുമാനം ഉണ്ടാക്കി ജീവിക്കുക എന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള, ഇപ്പം ഞാൻ യു കെയിലാണെങ്കിലും ശരി, കാനഡയിലാണെങ്കിലും ശരി, യു എസിലാണെങ്കിലും ഈ ജോലിയുടെ കൂടെ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ചെറിയ ബിസിനസ്സുകളാണെങ്കിലും ഇപ്പോൾ ഫുഡൊക്കെ വീട്ടിലുണ്ടാക്കിയിട്ട് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ്. വളരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുഡ് വീട്ടിലുണ്ടാക്കിയിട്ട് അവിടുത്തെ റെസ്റ്റോറൻറ്റ്സിലേക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിലെല്ലാ സാധനം ഉണ്ടാക്കി, ഫിഷും എല്ലാ സാധനം എല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മൾ ബൾക്കായിട്ട് റെസ്റ്റോറൻറ്റ്സിന് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നൊരു വരുമാനം കിട്ടുന്നുണ്ട്. പിന്നെ കാനഡയിലൊക്കെ കണ്ടൊരു കാര്യം, നമുക്ക് ഈ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഹോളിഡേ ഉള്ള ദിവസമൊക്കെ കംപ്ലീറ്റ് കാറും കൊണ്ട് ഊബറും ഒക്കെ ആയിട്ട് ഡ്രൈവിങ്ങിന് പോകുന്നുണ്ട്. നല്ല പൈസ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഓസ്ട്രേലിയയിലെ വളരെ വ്യത്യസ്തമാണ്. എനിക്ക് ഈ രാജ്യങ്ങളെല്ലാം പോയിട്ടുള്ളതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ സന്ധ്യ ആയി കഴിഞ്ഞാൽ മിക്കവാറും കടകളൊന്നുമില്ല, നേരത്തെ അടയ്ക്കും. എന്താ കാര്യം എന്നറിയോ? ജോലിക്കാർക്ക് റെസ്റ്റ് എടുക്കണം. അവർക്ക് റെസ്റ്റ്, അവരുടെ ഇത് ഫുഡിൻ്റെ മാത്രം നമുക്ക് റെസ്റ്റോറൻറ്റ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം അടയ്ക്കും. അതുപോലെ തന്നെ ഹോളിഡേയിൽ കടകൾ ഒത്തിരി കുറവാണ്. ഹോളിഡേ ആണ്, നമുക്ക് ജീവിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ ഹോളിഡേയിൽ വർക്ക് ചെയ്യണമെന്നും പറഞ്ഞൊരു പ്രഷർ തീരെ ഓസ്ട്രേലിയയിൽ. പിന്നെ ആ ജനത്തിൻ്റെ ക്ഷേമമാണ് പുറത്തുനിന്ന് വന്നേക്കുന്നവരെ കഴിഞ്ഞൊക്കെ കൂടുതൽ നോക്കുന്നത്. പക്ഷെ അവിടെ ഞാൻ കണ്ടൊരു കാര്യം, മലയാളികൾ ഒത്തിരി പേര് ഈ ഹോളിഡേ ആണല്ലോ, ആ ഹോളിഡേയിൽ അവർ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ ഹോളിഡേയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ കണ്ടത്, ടൊറൻറ്റോയിൽ കണ്ടത്, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർ ഇന്ത്യൻ ഫുഡുകൾ ഇങ്ങനെ ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടുപോകാവുന്ന വലിപ്പത്തിലുള്ള പാക്കുകളായിട്ട് കപ്പ, മീൻകറി, ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി വെക്കുന്നത് വലിയ ഇതിലാണ് ഷെൽഫിൽ വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ ഓരോ മലയാളികളും കാറും കൊണ്ടുവന്ന് അതിങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അവർ അവിടെ ഇരുന്ന് ചെയ്തിട്ട് വേറെ ജോലിക്കാരെ കിട്ടാനില്ലല്ലോ, അവർ തന്നെ ഇത് ചെയ്തു. പക്ഷേ ഇത് അവർ ചെയ്തിട്ട് തീരുന്നില്ല, അത്രയും ആൾക്കാർ ടേക്ക് അവേ ആണ്, സംഭവം എടുത്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മുടെ മലയാളികൾ കുറച്ച് ആന്ത്രപ്രണറിയലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ അപ്പം ഇത് ഒരു കാര്യം ശരിയാണ്, നമുക്ക് ഒരു മാസം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ, എക്സാമ്പിൾ പിന്നെ നമ്മുടെ വ്യൂവേഴ്സ് കൂടുതൽ ഇന്ത്യക്കാരായതുകൊണ്ട് പറയുകയാണ്, നമുക്ക് അവിടെ കിട്ടുന്ന ഒരു ഇന്ത്യൻ റുപ്പീസ് 2 ലക്ഷം രൂപയാണെങ്കിൽ അവരൊരു 3 ലക്ഷം രൂപയെങ്കിലും അതർ ബിസിനസ്സിൽ, ഈവൻ നമ്മൾ ഈ ഡ്രൈവിങ്ങിന് പോകുന്നവർ, ഊബറിനാണെങ്കിലും ഡ്രൈവിങ്ങിന് പോകുന്നവരാണെങ്കിലും പല കാര്യങ്ങളിൽ കൂടെ ആണെങ്കിലും ഏൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹോളിഡേയ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇവർ തന്നെ പിന്നെ എന്താണ് വലിയ ബസ് എടുത്തിട്ട് പിന്നെ ടൂറ് ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് സ്ഥലങ്ങൾ കാണിക്കാനായിട്ട് ടൂറ്. അപ്പോൾ ടൂറ് പോകുമ്പോൾ ആ ബസ്സിനകത്ത് തന്നെ ബിയർ കൊടുക്കുന്നു, സ്നാക്സ് കൊടുക്കുന്നു, അതിനൊക്കെ എക്സ്ട്രാ പൈസയാണ്. ഇതൊക്കെ വളരെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം പൈസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ഞാൻ കണ്ടത്, അത് നല്ലതാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ വളരെ കൗതുകപൂർവ്വം ഇവർ ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ട്. കാരണം ഇവിടെയാണെങ്കിൽ ജോലി കഴിഞ്ഞ് വേറെ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, ടി വിയും കണ്ടിരിക്കുക. അവർക്ക് അവിടെ ടി വി ഒന്നും കാണാൻ നേരെയില്ല കംപ്ലീറ്റ് അവർക്ക്. അപ്പോൾ ഒരു 2 ലക്ഷം രൂപ അവർക്ക് ജോലിയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു 3 ലക്ഷം രൂപയെങ്കിലും മറ്റ് അതർ ബിസിനസ് ഹോളിഡേ കൂടെ ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് അവർ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ ബിസിനസിൻ്റെ പൊട്ടൻഷ്യാലിറ്റി അതല്ല. പക്ഷെ സാർ, അവർ ഈ ഏൺ ചെയ്യുന്നതിനും അവർ ടാക്സ് കൊടുക്കണം. ഇവർക്ക് നമ്മുടെ അക്കൗണ്ടിലാണ് വരുന്നതെങ്കിൽ അവരും അതിനും ടാക്സ്. അതിപ്പം നമുക്ക് ഏത് രാജ്യമാണല്ലോ അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഞാൻ പറയാൻ പോകുന്ന സാധനം അതല്ല. നമ്മൾ ഈ എംപ്ലോയി മൈൻഡ് സെറ്റ് ഒരു 3-4 വർഷം കഴിഞ്ഞാൽ ഒഴിവാക്കണം, അബ്സല്യൂട്ട്ലി. എന്നിട്ട് നമ്മളൊരു ആന്ത്രപ്രണറിയൽ മൈൻഡ് സെറ്റിലേക്ക് വരണം. അവിടെയുള്ളവർ പലരും ഈ ജോലി കൊണ്ട് മാത്രം പോകുന്നത് അവർ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്ട്രെസ് എടുക്കാൻ വയ്യ.
അതുകൊണ്ട് അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ദിവസം ജോലി ചെയ്തു, 2 ദിവസം അടിച്ചു പൊളിച്ചു, ഫാമിലി ആയിട്ട് കറങ്ങാൻ പോവുക. അപ്പോൾ അവർ അതിലൊരു ഒരു ഒരു ലക്ഷറി കാണുന്നുണ്ട്. അപ്പോൾ അവരതിൽ കംഫർട്ടബിളാണ്. പക്ഷെ നമ്മൾ ഇവിടുന്ന് പോകുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഇപ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് കാണുന്നവർ കാനഡയിലോ ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലൊക്കെ ഉള്ളവരോട് എനിക്കുള്ള അഭിപ്രായം, ഒരു 3-4 വർഷമായി കഴിഞ്ഞാൽ വേറെ ഏൺ ചെയ്തോട്ടെ, പക്ഷേ അതിൽ നിന്ന് നമ്മൾ ഈ വലിയ കമ്പനികളിലേക്ക്, ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് പോകാനുള്ള ടെക്നിക്സ് പഠിക്കണം. അപ്പോൾ ഞാനിവിടെ ബില്യണയർ മൈൻഡ് സെറ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് എൻ്റെ വേൾഡ് മുഴുവൻ റിസർച്ച് ചെയ്തിട്ട് എങ്ങനെ ബിസിനസ് ചെയ്യണം, എങ്ങനെ വലിയ ബിസിനസ്സായി തീരാം എന്നുള്ളത് പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം അത് നമ്മുടെ മലയാളികളിലെ ഇന്ത്യക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലുള്ള കഴിഞ്ഞ് ഭയങ്കര അവസരങ്ങളുണ്ട് ഇവിടെ പുറത്ത്. ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ഒരു പ്രോബ്ലമാണ്. കാനഡയിൽ നല്ല ഐഡിയ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ് പടപടാന്ന് കിട്ടും, ഇഷ്ടം പോലെ ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും. UK-ലും സെയിമാണ്. UK-ൽ അതിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഒരുപാട് സാധ്യതയുണ്ട്. നല്ല ഐഡിയ ആണ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ബിസിനസ് പഠിപ്പിക്കുന്ന US-ൽ എന്ന് പറഞ്ഞാൽ ബിസിനസ് നടത്തി വിജയിപ്പിക്കാനായിട്ട് പഠിപ്പിക്കുന്ന കോഴ്സസ് ഉണ്ട്. അപ്പോൾ അതൊരു 3 days കോഴ്സിനൊക്കെ ഒരു $10,000 ആവും. UK-ൽ വല്ലപ്പോഴാണേലും വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ വരാറുണ്ട് ഇങ്ങനത്തെ കോഴ്സുകൾ. UK-ൽ ഒത്തിരി പേര്, ഒരുപാട് ട്രെയിനേഴ്സ് ഇല്ല UK-ൽ. സർ, ഈ മൈൻഡ് സെറ്റ് മാറ്റി നമുക്കൊരു ബിസിനസ് മൈൻഡ് പവറിലേക്ക് എങ്ങനെ, അതൊരു മൈൻഡ് പവർ ടെക്നിക്ക് അവിടെയുള്ള ആൾക്കാർക്ക് സാറിനൊന്ന് അല്ല, നമുക്ക് അവിടെ ഇത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ നമ്മളൊരു ആന്ത്രപ്രണേറിയൽ മൈൻഡ് സെറ്റിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ എംപ്ലോയി മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരെ ഒരു ആന്ത്രപ്രണേറിയൽ മൈൻഡ് സെറ്റിലേക്ക്, അത് പെട്ടെന്ന് ഒറ്റ രാത്രി കൊണ്ടൊന്നും മാറില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട്, അപ്പോൾ എനിക്ക് കൂടെ വന്ന് ട്രെയിനിങ് തരാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ ഒരു 60-65 രാജ്യങ്ങളിൽ പോയി മടുത്തിരിക്കുക. അപ്പം കൂടെ പോയി ചോദിക്കുന്നത് ഒത്തിരി പോപ്പുലേഷനല്ല, നമുക്ക് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? ട്രെയിനിങ് എടുത്തെടുത്ത് മടുത്തിരിക്കുന്ന ഘട്ടത്തിലാണ്. അപ്പം ഞാനിപ്പോൾ അതിനുകൊണ്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതെല്ലാം ഇ ലേണിംഗ് ആക്കി. അപ്പം കോഴ്സ് അപ്പോൾ ചിലവും കുറവാണ്, ലോകത്തുനിന്ന് എവിടെ നിന്ന് വേണ്ടില്ല. അപ്പോൾ ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളിന് നമ്മളെ ബില്യണയർ മൈൻഡ് സെറ്റിൻ്റെ ഇത് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ബിസിനസ് തുടങ്ങണം, എങ്ങനെയാണ് ബിസിനസ് സെലക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്ക് അറിയാവുന്ന ബിസിനസ് ചാടിക്കയറി തുടങ്ങുകയാണ്. ഒരിക്കലും ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യുകയേ ചെയ്യരുത്. ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്ത്, അപ്പോൾ ഈ നമ്മൾ ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു, അല്ലെ വാഹനം, ഇതൊക്കെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് ബിസിനസ് എന്നുള്ളതാണ്. നമ്മളല്ലാത്ത ബിസിനസ് ചെയ്യുമ്പോൾ ബിസിനസ്സിനെ കുറിച്ച് നല്ലപോലെ പഠിക്കണം. ഒരു MBA-ക്ക് പഠിക്കുന്നതിനെ കഴിഞ്ഞും കൂടുതൽ പഠിക്കണം. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പഠിക്കണം. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇവിടെയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ കിട്ടും, അവിടെ നമുക്ക് എക്സ്പെർട്ടിനെയും കിട്ടാനില്ല, ഹെൽപ്പേഴ്സിനെയും കിട്ടാനില്ല. എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ ഈ ഏതാണ്ടൊരു 95% ഓട്ടോമേഷനിൽ പോകണം. ഇപ്പം സർവീസ് ഇൻഡസ്ട്രി ഒക്കെ ആണെങ്കിലും നമ്മൾ പെട്ടെന്ന് ഫ്ലറിഷ് ചെയ്യും, അതെല്ലാം. പക്ഷെ നമ്മൾ ഓട്ടോമേഷനിൽ പോകണം. അപ്പോൾ ഈ ഓട്ടോമേഷനിൽ പോകാൻ നമുക്ക് സ്കില്ലില്ല. ഓക്കെ, ആ സത്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ അതുകൊണ്ട് വെച്ചാൽ പഠിക്കണം. അപ്പോൾ ഇപ്പം ചിലതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ബിസിനസ് എങ്ങനെ തുടങ്ങണം, എങ്ങനെ ഫണ്ട് കണ്ടെത്തണം, എങ്ങനെയാണ് ഒരു ബിസിനസ് സെലക്ട് ചെയ്യേണ്ടത്, ഇതെല്ലാം ഞാൻ തരാം. പക്ഷേ ഇത് കൂടാതെ ആ പർട്ടിക്കുലർ ബിസിനസ്സിനുള്ള ഒരു ടെക്നോളജി വേണമെന്നുണ്ടെങ്കിൽ ആ ടെക്നോളജിയുടെ കോഴ്സുകൾ ഓൺലൈനിൽ കിട്ടും. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നൂടെ, കാരണം എനിക്കത് പഠിച്ചിട്ട് എനിക്ക് പഠിപ്പിക്കാൻ സമയമില്ലല്ലോ. പിന്നെ ഞാനിപ്പോൾ കൊണ്ടുവന്നേക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബിസിനസ് ചെയ്യുന്ന ആളിന് ജോലി നോക്കണം, ബിസിനസ്സും ചെയ്യണം. ഇപ്പോൾ ഈ സാധനം പഠിച്ചിട്ട് വലിയ ബിസിനസ്സിലേക്ക് മാറുകയും വേണം. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ പ്രോഗ്രാം കൂടെ പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഞാൻ അതിന് പുതിയതായിട്ട് കൊണ്ടുവന്നേക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, പഠിക്കാനുള്ള സംഭവം എല്ലാം ഇ ലേണിങ്ങിലുണ്ട്. 4 ദിവസമൊക്കെ ഞാൻ ക്യാമ്പായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സാധനം ഇ ലേണിങ്ങിലുണ്ട്. മലയാളികൾക്കാണെങ്കിൽ മലയാളത്തിൽ തന്നെ കിട്ടാനുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് ഇപ്പം നമ്മൾ AI ഒക്കെ ചേർത്ത് ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. മൊത്തം അതാകും. നമ്മൾ 24 CRൻ്റെ ഒരു പ്രോജക്റ്റ് അതിലിട്ടേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 4 ദിവസത്തേക്കുള്ള കാര്യം, ഉറങ്ങാൻ പോകുമ്പോഴും യാത്ര പോകുമ്പോഴും, പലപ്പോഴും ഡ്രൈവിങ് വളരെ ലോങ് വരും. അപ്പോൾ കുറച്ചൊക്കെ വീഡിയോസ് കണ്ടതിന് ശേഷം ബാക്കി നമ്മൾ കേട്ടാൽ മതി. അപ്പോൾ കേട്ട് ചില ഏരിയാസ്, ക്രിട്ടിക്കൽ ഏരിയാസ് നമ്മൾ കൂടുതൽ പ്രാവശ്യം കേൾക്കണം. അപ്പോൾ അങ്ങനെ കേട്ട് നമ്മൾ അതിന് ശേഷം ആ ബിസിനസ് നമ്മൾ തുടങ്ങാനായിട്ട് ഒരിക്കലും നമ്മൾ തന്നെ തുടങ്ങരുത്. ആദ്യം ഒരു ബിസിനസ്സിന് പ്ലാൻ ഉണ്ടാക്കണം. അപ്പോൾ ആ പ്ലാൻ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് തന്നെ പഠിപ്പിക്കുന്ന ഏരിയ ഉണ്ട്.
ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ബിസിനസ്സിൻ്റെ പ്ലാൻ ഉണ്ടാക്കണം. പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി നമ്മൾ അതിനെക്കുറിച്ച് മുഴുവൻ ഗ്രഹിച്ച്, അപ്പം ആദ്യം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ആ രാജ്യത്ത് ആ പ്രദേശത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു 100 ബിസിനസ് എങ്കിലും കണ്ടെത്തിയിട്ട് അതിനെ ഓരോന്നിനെയും നമ്മൾ കമ്പയർ ചെയ്ത് അതിലേറ്റവും ബെസ്റ്റ് ബിസിനസ്, അങ്ങനെ പല ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഒന്നത് സ്കെയിലബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ന് നമ്മൾ ഒരു 100,000 കൊണ്ട് തുടങ്ങി, നാളെ അത് മില്യൺസിലേക്ക് പോകണം. അപ്പോൾ ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യാൻ പറ്റിയ വോളിയം, ഹ്യൂജ് വോളിയം ഒക്കെ ചെയ്യാൻ പറ്റിയ സാധ്യത വേണം. പിന്നെ തന്നെയല്ല, ആ ബിസിനസ്സിന് ലേബർ ഇൻറ്റൻസീവ് നമ്മൾ എവിടെ ചെയ്താലും വിജയിക്കത്തില്ല, ഭയങ്കര പൈസയാണ്, വിജയിക്കത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഓട്ടോമേറ്റ് ചെയ്യാവുന്ന, ഫുള്ളി ഓട്ടോമേഷൻ പറ്റുന്ന ഏരിയയിലേക്ക് നോക്കണം. പിന്നെ തന്നെയല്ല, ചില കാര്യങ്ങളൊക്കെ കോമൺ ഔട്ട്സോഴ്സ് ചെയ്യാവുന്ന ഏരിയയിലേക്ക് കൊടുക്കണം. അങ്ങനെയൊക്കെ നമ്മൾ കുറേ നോക്കിയിട്ട് വേണം. ഫീസിബിലിറ്റി സ്റ്റഡി, മാർക്കറ്റ് സ്റ്റഡി, നമുക്ക് അങ്ങനെ ഒരു ബിസിനസ്സിൻ്റെ അത്യാവശ്യം അവിടെ ഉണ്ടാകണം. എന്നിട്ട് ആ ബിസിനസ് അങ്ങനെ നമ്മൾ ഒരു 100 ബിസിനസ്സിനകത്തെങ്കിലും പഠിച്ചിട്ടാണ് നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് വരുന്നത്. ആ ബിസിനസ് നമ്മൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കിയിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന രീതിയിലാക്കിയിട്ട് നമുക്ക് സമാനമായിട്ടുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂടെ ജോലി ചെയ്യാനോ ബിസിനസ് വിജയിപ്പിക്കാനോ പറ്റിയ, അവരുടെ അടുത്തേക്കെല്ലാം ഒരു പ്രസൻറ്റേഷനാണ്. ഇതിന് നമ്മൾ ടെക്നിക്കലി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ DPR എന്നാണ്. ആദ്യമുള്ള ബിസിനസ് പ്ലാനിന് പറയുന്നത് ഒരു 60 പേജ് മുതൽ 120 പേജ് വരെ വരും. DPR നമ്മുടെ ഇൻഹൗസ് നമ്മൾ ഒത്തിരി നമ്മുടെ സ്റ്റുഡൻസിന് ഉണ്ടാക്കിക്കാറുണ്ട്. അപ്പോൾ DPR ഉണ്ടാക്കി നമ്മൾ പുറത്തിപ്പോൾ ചെയ്യുകയാണെങ്കിൽ 5-6 ലക്ഷം രൂപയാവും ഇവിടെ. പക്ഷെ നമ്മൾ ആ ഉള്ളിൽ ചെയ്ത് ഇത്രയും ക്വാളിറ്റിയോട്ട് വരത്തില്ല. അപ്പം DPR ഉണ്ടാക്കിയിട്ട്, DPR എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ബിസിനസ് പ്ലാൻ തന്നെ, ബിസിനസിന്റെ ബേസിക് പ്ലാൻസ്. അതെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം ഒരാളുടെ അടുത്ത് കൊണ്ടുവന്നാൽ ഇതൊന്നും കേട്ടോണ്ടിരുന്ന ഒരാൾ കേൾക്കില്ല. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ്, ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്നാൽ എങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു ഹോളിസ്റ്റിക് ആയിട്ട് കിട്ടുന്ന രീതിയിൽ ഒരു ഔട്ട്ലൈൻ പോലെ, അതെ, ഒരു പവർ പോയിന്റ് ഉണ്ടാക്കും. അതിന് പറയുന്നത് പിച്ച് ഡെക്ക് എന്നാ പറയുക. പിച്ച് ഡെക്ക് ഒരു 12-15 സ്ലൈഡൊക്കെ കാണുള്ളൂ. ആ സ്ലൈഡ് വെച്ച് നമ്മൾ പലരോടും സംസാരിക്കും. ശരാശരി ഒരു 100 ആൾക്കാരുടെ കയ്യിൽ സംസാരിക്കും. അതിനകത്തുനിന്ന് ഒരു 10-20 പേരൊക്കെ ഇതിൽ നല്ല താല്പര്യം കാണിക്കും. അവരോട് വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിച്ച് വാട്ട് വി ആർ എക്സ്പെക്റ്റിംഗ്, എന്നിട്ട് എല്ലാം സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഇതിൽ ത്രില്ല് വരും. അപ്പോൾ അവരുടെ അടുത്ത് അത് അവതരിപ്പിച്ചു. എന്നിട്ട് പിന്നെ അപ്പോൾ നമ്മൾ ആ തുടങ്ങാൻ പോകുന്ന ആ ഗ്രൂപ്പ് മാത്രം ഇരുന്ന് ഡെലിബറേഷൻസ് നടത്തി ഇതിനകത്ത് ചില മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി. ഇപ്പോൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഈ ട്രേഡിങ്ങിലൊക്കെ ഭയങ്കര സാധ്യതയാണ്. ഗ്ലോബൽ ട്രേഡിങ്ങിൽ ഫോർ എക്സാമ്പിൾ ബിൽഡിംഗ് മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, ഇല്ല കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ് എടുത്തിട്ട് കൊടുക്കുക, സർവീസ് ഇൻഡസ്ട്രി, ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ ഞാൻ തന്നെ എൻ്റെ സ്പെഷ്യലൈസേഷൻ ഉള്ള ഏരിയയാണ് ഇപ്പോൾ ഈ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. UK ഏറ്റവും കൂടുതൽ ഫ്ലറിഷ് ചെയ്യുന്നൊരു ബിസിനസ്സാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് മലയാളത്തിൽ ഒരു ബുക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇന്ത്യയിലാകെ കിട്ടാനുള്ളത് 3 പുസ്തകങ്ങളേ ഉള്ളൂ. പക്ഷേ ഗ്ലോബലി ഏതാണ്ട് ഒരു 1000 ബുക്കോളം ഉണ്ട്. ഞാനെല്ലാം നോക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ പോലെ അല്ല, ഭയങ്കര അംഗീകാരവും മാന്യതയുള്ള ബിസിനസ്സാണ് റിയൽ എസ്റ്റേറ്റ്. അവിടെ നമ്മളൊരു ടെസ്റ്റ് പാസ്സാകണം. അവിടെ നമ്മൾ UK നമ്മളൊരു ടെസ്റ്റ് പാസ്സാകണം, റെഗുലേറ്ററുടെ ടെസ്റ്റ് പാസ്സാകണം. US നമ്മളൊരു ടെസ്റ്റ് പാസ്സാകണം. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ പിന്നെ റിയാലിറ്റർ എന്ന് പറഞ്ഞ് അറിയപ്പെടും. അപ്പോൾ ആ റിയാലിറ്റർ ഒരു ബ്രോക്കിംഗ് കമ്പനി ആയിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ അതൊരു റിയാലിറ്റർ ഒരു ഒഫീഷ്യൽ നമ്മുടെ ഇവിടെ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് എന്ന് പറയുന്ന പോലെ തന്നെ ഒഫീഷ്യൽ പ്രൊഫഷനായിട്ട് തന്നെ അവർ അതിനെ അംഗീകരിക്കുന്നു, ഭയങ്കരമായിട്ട് അംഗീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ അവർക്ക് ഒരു ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റീസും എല്ലാം ഉണ്ട്. പക്ഷേ 5% കമ്മീഷൻ. 20 മില്യൻ്റെ ഒരു സെയിൽ നടത്തിക്കഴിഞ്ഞാൽ 5% എത്രയാണെന്ന് കണക്കൂട്ടി നോക്കിയിട്ടുണ്ടോ? സർവീസ് മേഖലയാണ്. പക്ഷെ അത് അവിടെ ഈ പറഞ്ഞതുപോലെ ഇതിന് ഈ ടെസ്റ്റ് എഴുതാനുള്ള ട്രെയിനിങ് ഉണ്ട്. അതല്ലാതെ ഇതെങ്ങനെയാണ് ഈ ക്ലയൻറ്റിനെ കണ്ടെത്തുന്ന ലീഡ്, അതൊരു 100-120 മെത്തേഡുണ്ട്. ആ ലേറ്റസ്റ്റ് ടെക്നോളജി ബേസ്ഡ് ആയിട്ടൊക്കെ ഉള്ള ആ മെത്തേഡൊക്കെ അവിടെ പഠിക്കാൻ പോലും ഭയങ്കര എക്സ്പെൻസീവാണ്. അതൊക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അല്ല, അത് നമ്മുടെ BMS-ലൊക്കെ ഉണ്ടല്ലോ, റിയൽ എസ്റ്റേറ്റിന്റെ സാർ എടുക്കുന്നുണ്ടല്ലോ. എടുക്കുന്നുണ്ട്. ഓൺലൈനിലുണ്ട്. നേരിൽ കാണുക പോലും വേണ്ട, പൈസ അടക്കി എടുക്കുക. അപ്പം നമ്മൾ ആ ലീഡ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്?
പിന്നെ അത് കഴിഞ്ഞ് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, എന്താണല്ലോ ആൾക്കാർക്ക് വാങ്ങിച്ചേ പറ്റുള്ളൂ, ഇത് വാങ്ങിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം അതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടും, ഒരു ബിസിനസ്സാണ്. പക്ഷേ അത് മുമ്പേ പറഞ്ഞതുപോലെ വ്യവസായമല്ല, സർവീസ് സെക്ടറിലാണെങ്കിലും ബിസിനസ്സാണ്. പിന്നെ ഈ ടൂറിസത്തിലൊക്കെ ഒരുപാട് ബിസിനസ്സാണ്, ഒരുപാട് പേര്. പിന്നെ കോൺഫറൻസസ് നടത്തുന്നത്, അതിന് വേണ്ടി ഫെസിലിറ്റീസ് കൊടുക്കുക. പിന്നെ മൈസ് എന്നൊക്കെ പറഞ്ഞ കോൺഫറൻസസ് ഉണ്ട്, മീറ്റിംഗ്, ഇൻസെൻറ്റീവ്, കോൺഫറൻസസ്, എക്സിബിഷൻസ്. ഇത് ഓർഗനൈസ് ചെയ്ത് തരാനായിട്ട് നല്ല ഇത് വേണം. അപ്പോൾ അതിനകത്ത് അത് ഗ്ലോബലി ഉള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. അതിനകത്തൊക്കെ നമ്മൾ കയറി കിട്ടിയാൽ നമുക്ക് ഒരുപാട് ബിസിനസ് ചെയ്യാവുന്നതാണ്. ബിസിനസ്സിൻ്റെ അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ അക്കാഡമിക് എഡ്യൂക്കേഷനെ കിട്ടിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷനെ കിട്ടിയിട്ടുള്ളൂ. അതിൽ നമ്മളൊരു എന്താണ് ഒരു ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ, ബിസിനസ് എഡ്യൂക്കേഷനിലേക്ക് നമ്മൾ പതിയെ പോകണം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കവിടെ ചെയ്യാവുന്ന ഒരുപാട് പിന്നെ നമുക്ക് ഇപ്പോൾ കാനഡയിലൊക്കെയാണ് ഹാലിഫാക്സ് എന്നൊക്കെ പറഞ്ഞ വലിയ പോർട്ടൊക്കെ ഉണ്ട്. അവിടേക്കൊക്കെ സാധനങ്ങൾ പോകുന്നതുമായിട്ട് ട്രേഡിങ്ങിലൊക്കെ നമുക്ക് ബന്ധപ്പെടാനായിട്ട് അതൊക്കെ ഒരു 6 മാസം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഈസിയാണ്. ഞാൻ പറഞ്ഞില്ല, അതിനകത്തൊക്കെ ഒരു 5-6 പേര് ചേർന്നിട്ടാണെങ്കിൽ നമുക്ക് ജോലിയുടെ കൂടെ തന്നെ ആ ബിസിനസ്സും കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അതിനകത്ത് ഫുൾ ടൈം ആൾക്കാരെ എടുക്കാം. ആ ഫുൾ ടൈം ആൾക്കാരെ എടുക്കുമ്പോഴത്തേക്ക് കമ്പനി അവിടെ കോർപ്പറേഷൻ എന്ന് പറയും, അപ്പോൾ കോർപ്പറേഷനായിട്ട് തന്നെ പൊക്കോളും. അപ്പോൾ അവിടെ ഈ പിന്നെ ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒരു തുടക്കം ഇട്ട് കഴിഞ്ഞാൽ ഈ റിസ്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് കുറേ മെത്തേഡുണ്ട്. റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യും. ഒരു പർട്ടിക്കുലർ ബിസിനസ്സൊക്കെ തന്നാൽ, ഇപ്പം ഞാൻ ആ ഈ റിപ്പോർട്ടിങ് തന്നാൽ തന്നെ ഞാൻ പറയും ചിലപ്പോൾ 12-14 റിസ്ക്കാണ് ഇതിന് വരാവുന്നത്. ആ റിസ്ക് അവോയ്ഡൻസിന് വേണ്ടിയുള്ള സ്ട്രാറ്റജീസ് 30 സ്ട്രാറ്റജി ഇത് നമ്മൾ ചെയ്താൽ റിസ്ക് വരത്തേ ഇല്ല. ഓക്കെ. പിന്നെ നമുക്കിത് മാർക്കറ്റ് സ്റ്റഡിക്കകത്ത് പറയുമല്ലോ, അത്രമാത്രം നമ്മൾ ചെയ്താൽ മതിയല്ലോ. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ടൂളുകൾ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്, ഭയങ്കര ആക്യുറസിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമുക്ക് അവിടെ ഇത് പഠിച്ചു വരുമ്പോഴത്തേക്കും കൂടുതൽ ഇതാകുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാടിൻ്റെ ഭാഷയിൽ നമുക്ക് തന്നെ ഒന്ന് പഠിക്കണം. അവിടെ അന്വേഷിച്ചാലും കിട്ടും ഇങ്ങനത്തെ കോഴ്സസ്. പക്ഷെ എവിടെ നിന്നാണെങ്കിലും ബിസിനസ് ചെയ്യാനുള്ള കോഴ്സ് പഠിച്ചിട്ട്, ബിസിനസ് ചെയ്യാനുള്ള കോഴ്സ് മാത്രം പഠിച്ചാൽ പോരാ, അപ്പോൾ മെൻറ്ററിങ്ങും കൂടെ ചെയ്യണം ആരെങ്കിലും. കാരണം നമുക്കത് കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിലും നമ്മൾ ഗൈഡ് ചെയ്യണം. ആ വഴി അപകടമുള്ളതാണ്, ഈ വഴി ഭയങ്കര സാധ്യതയുള്ളതാണ്, ഇതിങ്ങനെ പറഞ്ഞു തരാനായിട്ട് നമുക്ക്. പിന്നെ തന്നെയല്ല, നമുക്ക് ചേരുന്ന ചില ആൾക്കാരെ കണക്ട് ചെയ്ത് തരണം. നമ്മൾ ഇനി ഒരു 20 വർഷം കഴിയും ഭയങ്കര കണക്ഷൻ ഉണ്ടാക്കിയിട്ട് പോകും. പക്ഷെ നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ടെങ്കിലോ, നിങ്ങൾക്ക് വേണ്ട എല്ലാ കണക്ഷനും അയാളുടെ കയ്യിൽ. ഇപ്പം നിങ്ങളിപ്പോൾ കേരളത്തിൽ കുറേ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക, അതിൻ്റെ ഗവൺമെൻറ് മുതൽ എല്ലാ സ്ഥലത്തുള്ള എല്ലാ പ്രൊഫഷണൽസും എല്ലാം കൂടെ എനിക്ക് ഇവിടുന്ന് ടക്കേന്നും പറഞ്ഞ് ഇപ്പോൾ എടുക്കാൻ പറ്റും പെട്ടെന്ന്. കാരണം ഈ കണക്ക് ഇത് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞതുപോലെ ഒരു മെൻറ്റർ ഉണ്ടെങ്കിൽ എന്താ ഗുണം? അത് അപ്രോപ്രിയേറ്റ് ചതിവ് പറ്റിയല്ലാത്ത രീതിയിൽ നമുക്ക് ഉറപ്പായിട്ടുള്ള ആ ഒരു ഗൈഡൻസ് നല്ല രീതിയിൽ നമുക്ക് ഗൈഡൻസ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, അവിടെ വെൻ യു ആർ കംഫർട്ടബിൾ, ആ കംഫർട്ടിൽ നിൽക്കാതെ ഗോ ബിയോണ്ട് ദ കംഫർട്ട് സോൺ. എന്നിട്ട് നിങ്ങൾ ഈ പഠിച്ച് കുറച്ച് പേരെ ചേർത്തിട്ട് അതൊരു പ്രസ്ഥാനമാക്കി മാറ്റുക. പിന്നെ അത് ഓടിക്കോളും. ഈ കൂട്ടുകൂടി ചെയ്യുമ്പോഴേ നമ്മളതിനകത്ത് ഈ കമ്പനി നിയമങ്ങളും പ്രൊസീജിയറും ഫുള്ളി ഓട്ടോമേറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഈ റൂള് വിട്ടു പോകാൻ ആർക്കും ഫ്രീഡം ഇല്ല. അവിടുത്തെ നിയമം അതാണ്, റൂളുകൾ വിട്ടു പോകാനായിട്ട്. ഈ ഗൾഫ് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ റിസ്ക് വരുന്നത്. കാരണം അവരെന്ന് ചെയ്യുന്നത് എല്ലാം ക്യാഷ് ഡീൽ ചെയ്യും, രേഖകൾ കാണത്തില്ല, അൺഅക്കൗണ്ടബിൾ ആയിട്ട്. ഇന്ത്യയെ കഴിഞ്ഞ് വളരെ രസമാണ് UK-ല്. എനിക്ക് UK-ലെ കമ്പനി ഉണ്ട്, എനിക്കറിയാം. UK-ല് ആക്ച്വലി UK-ല് ഒരു കമ്പനി ഉണ്ടാക്കാൻ നമുക്ക് 100 പൗണ്ടേ ചിലവുള്ളൂ. അത്രേ ഉള്ളൂ. UK-ല് ഒരു കമ്പനി ഉണ്ടാക്കാനായിട്ട് 100 പൗണ്ടേ ചിലവുള്ളൂ. പക്ഷെ പൊതുവെ ഗൾഫ് കൺട്രീസിലാണ് ബിസിനസ്സിന് നല്ലത്. UK-യും യൂറോപ്പും അല്ല, എല്ലാ സ്ഥലത്തും. പിന്നെ ഞാൻ പറഞ്ഞില്ല, അവിടെ മോശമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ആ സ്ഥലത്ത് നമുക്ക് ചെയ്യാം. ഓൺലൈനൊക്കെ ഭയങ്കര സാധ്യതയല്ലേ UK-ല്. പിന്നെ വേറൊരു സാധ്യത എന്ന് വെച്ചാൽ ഏഷ്യയിൽ കിട്ടുന്ന പല സാധനവും UK-ല് വരുമ്പോൾ ഇരട്ടി വില വരുന്നുണ്ട്. ഇലക്ട്രോണിക് സാധനങ്ങളാണെങ്കിൽ തന്നെ UK-ല് വരുമ്പോൾ കുറച്ചുകൂടെ ക്വാളിറ്റി വേണം, പക്ഷെ എന്നാലും ഇരട്ടി വില വരുന്നുണ്ട്. ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, ഭയങ്കര സാധ്യതയുള്ള ബിസിനസ്സാണ്. UK-ല് നമുക്ക് UK-ല് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന സംഭവങ്ങളാണ്.
അപ്പോൾ ഈ നമുക്ക് ഗ്യാപ്പുള്ള ടൈമെല്ലാം പൈസയാക്കി മാറ്റാൻ പറ്റും. ഞാൻ ചോദിക്കട്ടെ, മലയാളികൾക്ക് മലയാളം പഠിപ്പിച്ചാൽ തന്നെ പൈസ ഇഷ്ടം പോലെ കിട്ടുമല്ലോ. മലയാളി കുഞ്ഞു പിള്ളേരെ മലയാളം പഠിപ്പിച്ചാൽ ഞാനത് ആലോചിച്ചതാണ് സാർ. അപ്പൊ അവിടെ ട്യൂഷനെ അവരാരും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പൊ അത് ഒഫീഷ്യൽസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്യൂ ആവുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ആ ഒരു ഇതിന്ന് പിന്മാറിയത്. ഞാൻ ഈ സെയിം തോട്ട് ഇട്ടതാണ്, മലയാളി കുഞ്ഞു പിള്ളേരെ മലയാളം പഠിപ്പിച്ചാലോ എന്ന്. അപ്പോൾ ചോദിക്കട്ടെ, പേരൻസ് വേണമല്ലോ, ആ. പേരൻസ് പഠിപ്പിക്കണമല്ലോ. കാരണം എനിക്കറിയാം, ഒരു കുട്ടിക്ക് മാസം പിന്നെ $200 കൊടുത്ത് മലയാളം പഠിപ്പിക്കുന്നത് എനിക്കറിയാം. വല്ലപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ക്ലാസ് ഉള്ളത്, എന്നിട്ട് പോലും. കാരണം ഈ കുട്ടി പഠിക്കണം, അത് എഴുതാൻ പഠിക്കണം എന്ന് പാരൻസിന് ഭയങ്കര നിർബന്ധമാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ സെറ്റപ്പ് അവിടെ മാർക്കറ്റ് ചെയ്തിട്ടേ ഇവിടുത്തെ കേരളത്തിൽ ഒരാളെ കൊണ്ട് പഠിപ്പിച്ചാൽ പോരെ? അതെ, വളരെ വളരെ എളുപ്പമല്ലേ? അതെ. അപ്പോൾ ഇത് പറഞ്ഞൊരു സാധ്യത നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ടെക്നോളജി തരുന്ന ഒരുപാട് സാധ്യതയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് അൾട്ടിമേറ്റ് ആയിട്ട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ജോലിയിൽ അവിടെ നിൽക്കരുത്. ജോലിയിൽ നമ്മളെല്ലാം കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് നമ്മളൊരു റിയൽ ആന്ത്രപ്രനർ ആയി കഴിയുമ്പോൾ, അപ്പോൾ നമ്മളൊരു 5-6 വർഷം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും, 5-6 വർഷം നിങ്ങൾ ഒന്നിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ നെറ്റ് അസറ്റ് വാല്യൂ മില്യൺസ് ഓഫ് പൗണ്ട്സിലേക്ക് പോകും. അന്നേരമാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്തതിൻ്റെ അതിനായിട്ട് ബ്രാൻഡ് വാല്യൂ ഒക്കെ വന്നൊരു ഇമ്പാക്റ്റ് മനസ്സിലാക്കുന്നത്. ഈ അപ്പാരൽസ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന നല്ല ഡ്രസ്സുകൾ കൊടുത്താൽ തന്നെ, ഓൺലൈനിൽ കൊടുത്താൽ തന്നെ എന്തുമാത്രം ഇത് കിട്ടും. വെഡിങ് ഗ്രൂമിങ് ഭയങ്കര സാധ്യതയില്ലേ? അതെ സർ. നമ്മൾ UK നോക്കുമ്പോഴത്തേക്ക് ഓപ്പർച്യൂണിറ്റിയേ ഉള്ളൂ, പല സേവനങ്ങളും അവിടെ കിട്ടാനില്ല. സോ യു ക്യാൻ സ്റ്റാർട്ട്. ഞാൻ കണ്ടൊരു കാര്യം, ശ്രീലങ്കൻ കമ്മ്യൂണിറ്റിയൊക്കെ എല്ലാം ബിസിനസ് ചെയ്യുന്നുണ്ട്. ശ്രീലങ്കൻ തമിഴ്സ് നല്ല പൈസയും ഉണ്ട്. ശ്രീലങ്കൻ തമിഴ്സ് ആൻഡ് പാകിസ്ഥാനീസ്, ഈ 2 ഗ്രൂപ്പാണ് അവിടെ ആക്ച്വലി ലീഡ് ചെയ്ത് നിൽക്കുന്നത് ബിസിനസ്സിൽ. ബ്രിട്ടീഷ് പീപ്പിൾ അല്ല, ഇന്ത്യക്കാരും അല്ല. ഇന്ത്യക്കാർ അത്രയും ഉണ്ട്, ഗുജൂസ് ഉണ്ട്. പക്ഷേ നമ്മൾ ശ്രീലങ്കൻസ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യാണ്. അവരുടെ ഐറ്റംസ്, ഇന്ത്യൻ ആൻഡ് ശ്രീലങ്കൻ ഐറ്റംസ് ഇമ്പോർട്ട് ചെയ്യാണ്. മലയാളികളെല്ലാം ജോലിയിലാണ്. അതെ, മലയാളികളും ബ്രിട്ടീഷ് പീപ്പിളും ജോലിയിലാണ്. പാകിസ്ഥാനീസ് ആണ് നല്ല ബിസിനസ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ വന്നപ്പോഴത്തേക്കും ലണ്ടനിൽ തന്നെ ടേസ്റ്റ് ഓഫ് കൊച്ചിൻ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് കയറി നല്ല പൊറോട്ടയും മീൻകറിയും കഴിച്ചു. ഒരു രസം എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഫ്രണ്ടും ഒഴിച്ചു ബാക്കി എല്ലാവരും സായിപ്പ്മാരിരുന്ന് പൊറോട്ടയും മീൻകറിയും കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഫുള്ളായിട്ട്. റെസ്റ്റോറൻറ്റ് ഭയങ്കര ചാൻസാ. റെസ്റ്റോറൻറ്റ് ചാൻസ് ആണ്, അറ്റ് ദ സെയിം ടൈം റിസ്ക്കും ആണ്. മെക്കനൈസ് ചെയ്യണം, കഴിവതും മെക്കനൈസ് ചെയ്തിട്ട്. മെക്കനൈസ് ചെയ്യാതെ നമ്മൾ ഇവിടുത്തെ പോലെ ഉണ്ടാക്കി ചിന്തിക്കുകയേ വേണ്ട. കാരണം എന്താ വെച്ചാൽ നമുക്ക് അറിയാം, അവിടെ ഇപ്പോൾ പൊറോട്ട ഉണ്ടാക്കുന്ന ഒരാളിനാണെങ്കിലും നമ്മൾ എന്തായാലും 2 ലക്ഷം രൂപയെങ്കിലും മിനിമം കൊടുക്കണം. അപ്പം അവിടെ ഓരോ ജോലിക്കാർക്കും ഈ പറഞ്ഞതുപോലെ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ സാലറി എത്ര വരും ഒരു മാസം? അപ്പോൾ ആ ഒരു റിസ്ക് ഉണ്ട്. പക്ഷേ ഈ കഴിയുന്നത്ര നമ്മൾ മെക്കനൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് ഫൈനലി ഉള്ള അഡ്വൈസ് ഇതാണ്. എന്താണ്, നിങ്ങൾ ഒരു 3-4 ചെറിയ ജോലിയൊക്കെ ചെയ്ത് അഡീഷണൽ ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സ്ലോലി അപ്പം ഇനിയുള്ള കാര്യമുണ്ടല്ലോ, ഈ മലയാളികൾ ലോകം മുഴുവനും ജോലിക്കാരായിട്ടാണ് നടക്കുന്നത്. അപ്പം മലയാളികൾ ലോകം മുഴുവനും ബിസിനസ്സുകാരായി മാറുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാക്കണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ അതിനുവേണ്ടി ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നടക്കും സാർ. ശരിക്കും പറഞ്ഞാൽ ഒരു അധ്യാപികയായിട്ട് അവിടെ തുടങ്ങി, ഇനി കുറേ കാലം ജോലി ചെയ്തിട്ട് എൻ്റെ സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഒരു വലിയ സ്കൂളിൻ്റെ ഉടമസ്ഥയാകട്ടെ, അതല്ല ഒരു യൂണിവേഴ്സിറ്റിയുടെ ഉടമസ്ഥയാകട്ടെ, അതല്ല സം കൈൻഡ് ഓഫ് ലേണിംഗ് ആകാം, എഡ്യൂക്കേഷൻ ആകാം, അതല്ലെങ്കിൽ ഇനി ഒരു ടീം ഓഫ് entrepreneurs together so you can succeed. All the best. Yes, sir.